ആഗോള പൗരനെന്നും വിശ്വ പൗരനെന്നും ഒക്കെ അറിയപ്പെടുന്ന ശശി തരൂർ മലയാളിയായതിൽ നമുക്കെല്ലാവർക്കും അഭിമാനമുണ്ട്. അദ്ദേഹം നമുക്കറിയുന്നത് പോലെ UN അണ്ടർ സെക്രട്ടറി ജനറലിൻ്റെ ഓഫീസിൽ ഒരു ഉയർന്ന തസ്തികയിൽ ജോലി ചെയ്തിരുന്ന ആളാണ്. ആ സെക്രട്ടറി ജനറലായിട്ട് മത്സരിച്ചു. അദ്ദേഹം പരാജയപ്പെട്ടു. പിന്നീട് ഇന്ത്യയിലേക്ക് വന്ന അദ്ദേഹം 2009 കോൺഗ്രസ് ടിക്കറ്റിൽ തിരുവനന്തപുരത്ത് നിന്ന് മത്സരിച്ച് ജയിച്ച് MP ആയി. തുടർന്ന് അദ്ദേഹം വിദേശകാര്യ സഹമന്ത്രിയായി. അങ്ങനെ നിരവധി നല്ല പദവികൾ വഹിച്ച തരൂർ ഇപ്പോഴിതാ ഇന്ത്യയുടെ വിദേശ സംഘത്തെ, അതായത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന നമ്മുടെ സൈനിക നീക്കം എങ്ങനെയായിരുന്നു, എന്തിനായിരുന്നു, അതുകൊണ്ട് നാം എന്തൊക്കെ നേടി, നമ്മുടെ ലക്ഷ്യം എന്താണ് എന്നൊക്കെ ലോകത്തെ ബോധ്യപ്പെടുത്താനുള്ള നിരവധി സംഘങ്ങൾക്ക് ഇന്ത്യ ഗവൺമെൻറ് രൂപം നൽകി. 7 സംഘങ്ങൾക്കാണ് രൂപം നൽകിയിരിക്കുന്നത്. അതിൽ അമേരിക്ക, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന സംഘത്തെ നയിക്കുന്നത് ശശി തരൂരാണ്. ശശി തരൂരിനെ അതിന് ഇന്ത്യ ഗവൺമെൻറ്, കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്തു. പക്ഷേ നമുക്കറിയാം, ശശി തരൂരിന് അമേരിക്കയിലും ബ്രിട്ടനിലും ഒക്കെ വലിയ സ്വാധീനമുണ്ട്. ലോക നേതാക്കളുമായിട്ട് വലിയ അടുപ്പമുണ്ട്. അവരുമായിട്ട് വ്യക്തിപരമായി ബന്ധമുണ്ട്. അങ്ങനെയൊക്കെയുള്ള തരൂരിന് തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട്, കേന്ദ്ര സർക്കാരിൻ്റെ നയം, കേന്ദ്ര സർക്കാർ നടത്തിയ നീക്കം, ഇന്ത്യ നടത്തിയ സൈനിക നീക്കം ഒക്കെ ലോകത്തെ ബോധ്യപ്പെടുത്താൻ, പ്രത്യേകിച്ചും അമേരിക്കയെയും അതുപോലെ തന്നെ ബ്രിട്ടനെയും ബോധ്യപ്പെടുത്താൻ എനിക്ക് തോന്നുന്നത് ശശി തരൂരിനേക്കാളും നല്ല മറ്റൊരു വ്യക്തിത്വം ഇന്ന് ഇന്ത്യയിലുണ്ട് എന്ന് തോന്നുന്നില്ല. അത്രയ്ക്ക് പ്രഗത്ഭനാണ് അദ്ദേഹം. അദ്ദേഹത്തിനോട് രാഷ്ട്രീയമായിട്ട് പല കാര്യങ്ങളിലും BJPക്ക് ശക്തമായ വിയോജിപ്പുണ്ടെങ്കിലും ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ സേവനം കേന്ദ്ര സർക്കാർ തേടുന്നതിൽ BJPക്ക് എതിർപ്പൊന്നുമില്ല. മാത്രമല്ല, അവർ അനുകൂലവുമാണ്. തരൂരിനും വിശാലമായ രാജ്യ താൽപ്പര്യം മുൻനിർത്തി ഇത്തരത്തിൽ സംഘത്തെ നയിക്കുന്നതിന് വലിയ സന്തോഷമാണുള്ളത്. അദ്ദേഹം അത് പ്രകടിപ്പിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് അത് ബോധ്യപ്പെടുന്നില്ല. എന്താണെന്നറിയില്ല, കോൺഗ്രസ്സിന് തരൂരിനോട് നിരവധി എതിർപ്പുകൾ, ഒരല്പകാലമായിട്ട് നിരവധി എതിർപ്പുകളുണ്ട്. തരൂർ എന്ത് അഭിപ്രായം പറഞ്ഞാലും അതിനെതിരായ നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്നത്. അത് ആരംഭിച്ചത് രാഹുൽ ഗാന്ധിയുടെ നോമിനിയായി AICC അധ്യക്ഷ പദവിയിലേക്ക് മത്സരം നടന്നപ്പോൾ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ സോണിയ കുടുംബം നിർദ്ദേശിച്ച മല്ലികാർജുന ഖാർഗെക്കെതിരെ ഒരു സ്ഥാനാർത്ഥിയായി അദ്ദേഹം വന്നു എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹം അത്യാവശ്യം വോട്ട് പിടിക്കുകയും ചെയ്തു. കേരളത്തിൽ നിന്നും അദ്ദേഹത്തിന് വോട്ട് കിട്ടി. അതുപോലെ മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് വോട്ട് കിട്ടി. അതായത് സോണിയ കുടുംബത്തിൻ്റെ അപ്രമാദിത്വം അംഗീകരിക്കാൻ ഇനി കഴിയില്ല എന്ന് ശക്തമായ നിലപാടെടുത്ത നിരവധി കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരുമുണ്ട് എന്നാണ് ആ സംഭവം സൂചിപ്പിക്കുന്നത്. തരൂർ അത്തരത്തിൽ തൻ്റെ സാന്നിധ്യം, അതായത് സോണിയ കുടുംബത്തിന് മാത്രമല്ല കോൺഗ്രസിനെ നയിക്കാൻ കഴിയുന്ന മറ്റു പലരും കോൺഗ്രസ്സിലുണ്ട് എന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ, കോൺഗ്രസ് പ്രവർത്തകർക്ക് ആത്മവിശ്വാസം നൽകാൻ തരൂരിന് അതിലൂടെ സാധിച്ചു. എന്തായാലും ശശി തരൂർ അന്നു മുതൽ സോണിയ കുടുംബത്തിൻ്റെ, രാഹുൽ ഗാന്ധിയുടെ, സോണിയയുടെ ഒക്കെ കണ്ണിലെ കരടായി മാറി. ഈ രാഹുലിനെയും സോണിയയും ഒക്കെ പാദസേവ ചെയ്ത് നിലനിൽക്കുന്ന കേരളത്തിലടക്കമുള്ള ചില കോൺഗ്രസ് നേതാക്കളുണ്ട്. അവർക്കും തരൂർ അനഭിമതനായി. പക്ഷേ ഇതുകൊണ്ടൊന്നും തരൂരിന് ഒരു പ്രശ്നവുമില്ല. അദ്ദേഹം ഒട്ടും തന്നെ അതിലൊന്നും ഭയപ്പെടുന്നുമില്ല. തരൂർ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോയി. 2024 തിരുവനന്തപുരത്ത് നിന്ന് വീണ്ടും മത്സരിച്ചു. നേരിയ വോട്ടുകൾക്കാണെങ്കിലും ഏതാണ്ട് ഒരു 15,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജയിച്ചത്. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതൊരു കനത്ത ഭൂരിപക്ഷമൊന്നുമല്ല, വളരെ നിസ്സാരമായ ഭൂരിപക്ഷമാണ്. എങ്കിലും അദ്ദേഹം നേട്ടം കൊയ്തു, വിജയിച്ചു, പാർലമെൻറ്റിലെത്തി. പക്ഷേ പാർലമെൻറ്റിൽ രാഹുൽ ഗാന്ധിയാണ് പ്രതിപക്ഷ നേതാവ്. ഈ ഇത്രയും കഴിവില്ലാത്ത, ഒരു കഴിവ് കെട്ട ഒരു പ്രതിപക്ഷ നേതാവിനെ ഇന്ത്യ മുമ്പ് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് സംശയമാണ്.
നെഹ്റുവിൻ്റെ കാലം തുടങ്ങി ഇങ്ങ് നരേന്ദ്രമോദിയുടെ കാലം വരെയുള്ള നമ്മുടെ രാജ്യത്തെ ചരിത്രമെടുത്താൽ, സ്വതന്ത്ര ഇന്ത്യയുടെ പാർലമെൻറ്റിൻ്റെ ചരിത്രമെടുത്താൽ ഇത്രയും മോശം പ്രതിപക്ഷ നേതാവിനെ വേറെ ഒരു കാലത്തും നമ്മൾ കണ്ടിട്ടില്ലെന്ന് വ്യക്തമാണ്. ഈ കുറഞ്ഞ കാലയളവ്, വെറും ഒരു വർഷം കൊണ്ട് തന്നെ തൻ്റെ കഴിവുകേട് എന്താണെന്ന് രാഹുൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരുന്ന് തെളിയിച്ചു. പാർലമെൻറ്റിൽ വരുമ്പോൾ മിണ്ടില്ല, പാർലമെൻറ്റിൽ വാതുറക്കില്ല. വഖഫ് നിയമ ഭേദഗതിയെക്കുറിച്ച് ചർച്ച നടന്നു, ഒരക്ഷരം മിണ്ടിയിട്ടില്ല. രാഹുലിൻ്റെ പ്രിയപ്പെട്ട പെങ്ങൾ പ്രിയങ്ക ഗാന്ധി ആ സമയത്ത് മുങ്ങി. അവർ വിദേശത്തുള്ള സുഹൃത്തിനെ, ചികിത്സയിൽ കഴിയുന്ന സുഹൃത്തിനെ കാണാനെന്ന് പറഞ്ഞായിരുന്നു നാട് വിട്ടത്. എന്തായാലും പാർലമെൻറ്റിന് പുറത്തിറങ്ങി വിദേശ രാജ്യങ്ങളിലൊക്കെ സന്ദർശിക്കുമ്പോൾ അവിടെ ചെന്ന് വലിയ വായിൽ ഗീർവാണമടിക്കും. അത് ചൈനയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ലണ്ടനിലാണെങ്കിലും രാഹുലിന് വിദേശ രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ 100 നാവാണ്. നരേന്ദ്രമോദിയെയും ഇന്ത്യൻ സർക്കാരിനെയും കരുതേച്ചു കാണിക്കാൻ രാഹുൽ ഏതറ്റം വരെയും പോകും വിദേശത്ത്. ഏറ്റവും ഒടുവിൽ വിദേശത്ത് ഒരു സർവകലാശാലയിൽ ചെന്ന് സംസാരിച്ചപ്പോൾ അവിടെയുള്ള ഒരു വിദ്യാർത്ഥി, പഞ്ചാബിൽ നിന്ന് അവിടെ എത്തി അവിടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി രാഹുലിന് ചുട്ട മറുപടി കൊടുത്തു. ഇക്കണക്കിന് പോയാൽ ഇപ്പോൾ പഞ്ചാബ് ഭരിക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ്, നേരത്തെ നിങ്ങൾ കോൺഗ്രസ് ആണ് ഭരിച്ചുകൊണ്ടിരുന്നത്. ഇക്കണക്കിന് പോയാൽ പഞ്ചാബും താമസിയാതെ BJP ഭരിക്കുന്നത് കാണേണ്ടി വരും എന്ന മുന്നറിയിപ്പാണ് ആ വിദ്യാർത്ഥി നൽകിയത്. അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള രാഹുലിന് സ്വാഭാവികമായിട്ടും ശശി തരൂരിനെ പോലെ കഴിവുള്ള ഒരാളിനോട്, പ്രത്യേകിച്ചും ഇത്രയും വലിയൊരു ചുമതല പ്രതിപക്ഷത്തിരുന്നിട്ടുകൂടി, പ്രതിപക്ഷ MP-മാരിൽ അഗ്രഗണ്യനാണ് ശശി തരൂർ. ശശി തരൂരിൻ്റെ ഭാഷ നമുക്കറിയാം, നന്നായിട്ട് ആംഗലേയം, ഇംഗ്ലീഷ് വളരെ ഭംഗിയായിട്ട്, ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ആകട്ടെ അമേരിക്കൻ ഇംഗ്ലീഷ് ആകട്ടെ ഒക്കെ വളരെ ഭംഗിയായിട്ട് പറയാൻ കഴിവുള്ള ഒരു നേതാവാണ് ശശി തരൂർ. അദ്ദേഹത്തിന് അത് ലണ്ടനിലെ രാജകുടുംബാംഗങ്ങളോടാണെങ്കിലും ശരി, അമേരിക്കൻ ഭരണകൂടത്തോടാണെങ്കിലും ശരി, വളരെ മനോഹരമായിട്ട് നമ്മുടെ ഭാഗം അവതരിപ്പിക്കാൻ, ന്യായീകരിക്കാൻ, അത് സ്ഥാപിക്കാൻ ഒക്കെയുള്ള കഴിവ് എടുത്തു പറയേണ്ടതാണ്. അങ്ങനെയുള്ള ശശി തരൂരിനോട് രാഹുലിന് പാർലമെൻറ്റിൽ മൗനം പാലിക്കുന്ന, മിണ്ടാതെ തലയും താഴ്ത്തിയിരിക്കുന്ന, വിദേശത്ത് പോയി അലറി വിളിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് അസൂയ തോന്നുന്നത് സ്വാഭാവികമാണ്. എന്തായാലും ഈ രാഹുൽ ഇപ്പോൾ കാണിക്കുന്ന, ഈ തരൂരിനോട് കാണിച്ച ഒരു പ്രവൃത്തി, അതായത് കേന്ദ്ര സർക്കാർ 5 പേരെ ആവശ്യപ്പെട്ടു, പ്രതിപക്ഷത്ത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഈ സംഘങ്ങളിൽ ഉൾപ്പെടുത്താൻ വേണ്ടി 5 പേരെ ആവശ്യപ്പെട്ടു. എല്ലാ പാർട്ടികളോടും ആവശ്യപ്പെട്ടു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന്, എക്കാലവും ചൈനയുടെ അഞ്ചാമ്പത്തിയായി നിന്ന് ഇന്ത്യക്കെതിരെ നിലപാടെടുക്കുന്ന ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും അവരുടെ ഒരു MP-യെ ഈ സംഘത്തിലേക്ക് സംഭാവന ചെയ്തു. മറ്റാരുമല്ല, മലയാളിയായ ജോൺ ബ്രിട്ടാസ്. അതുപോലെ DMK അവരുടെ MP കനിമൊഴിയെ സംഭാവന ചെയ്തു. നമുക്കറിയാം, കനിമൊഴി ED കേസിലൊക്കെ പ്രതിയായിട്ട് വന്നിട്ടുള്ള ആളാണ്, നമുക്കത് അറിയാം. 2G സ്പെക്ട്രം അഴിമതി കേസിലും മറ്റുമൊക്കെ കനിമൊഴിയുടെ പേര് വളരെ ഉയർന്നു കേട്ടതാണ്. പക്ഷേ ആ കനിമൊഴി പോലും കേന്ദ്ര സർക്കാരിന് വേണ്ടിയിട്ടല്ല, ഇന്ത്യക്ക് വേണ്ടി, ഭാരതത്തിന് വേണ്ടി ഞാൻ എവിടെയും ശബ്ദമുയർത്തും എന്ന ഒരു നിലപാടുമായിട്ട് കടന്നു വരുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. അതുപോലെ തന്നെ സുപ്രിയ സുലെ, അതുപോലെ മറ്റു പലരും, പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്ന മറ്റു പലരും കേന്ദ്ര സർക്കാരിനോട് ശക്തമായ വിയോജിപ്പുണ്ടെങ്കിൽ പോലും അവർ തങ്ങളുടെ ആ എതിർപ്പെല്ലാം മാറ്റിവെച്ച് രാഷ്ട്രത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി വിദേശ രാജ്യങ്ങളെ നമ്മളുടെ നിലപാടറിയിക്കാൻ, നമ്മുടെ നീക്കങ്ങളുടെ സുതാര്യത അറിയിക്കാൻ ഒക്കെ അവർ ആ സംഘങ്ങളിൽ അംഗത്വം അല്ലെങ്കിൽ അംഗമായി മാറി. പക്ഷേ കോൺഗ്രസ് കാണിച്ചത് നെറുകേടാണ്. അത് ശശി തരൂരിനോട് മാത്രമല്ല, തരൂരിനെ പോലെ ഒരാളെ ആ പട്ടികയിൽ ഉൾപ്പെടുത്താതെ മാറ്റി നിർത്തിയതിലൂടെ രാഷ്ട്രത്തിനോട്, നമ്മുടെ രാജ്യത്തിൻ്റെ പാരമ്പര്യത്തോട്, നമ്മുടെ ലോകത്തിന് മുന്നിലുള്ള നമ്മുടെ വിശ്വാസ്യതയോട് ഒക്കെയാണ് കോൺഗ്രസ് നെറുകേട് കാണിച്ചിരിക്കുന്നത്. ആ നെറുകേട് കോൺഗ്രസ് അല്ല കാണിച്ചത്, വാസ്തവത്തിൽ അത് കാണിച്ചത് സോണിയ കുടുംബമാണ്, രാഹുൽ ഗാന്ധിയാണ്. ആ രാഹുൽ ഗാന്ധിക്കും സോണിയയ്ക്കും വേണ്ടി സ്തുതിപാഠം നടത്തുന്ന ചിലരാണ്. എന്തായാലും നമുക്ക് ഈ ഒരു സംഭവത്തോടു കൂടി കോൺഗ്രസിൻ്റെയും സോണിയ കുടുംബത്തിൻ്റെയും രാഷ്ട്രത്തോടുള്ള ആ മനോഭാവം ഒരിക്കൽ കൂടി മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. തങ്ങൾക്ക് കൂറ് ഈ രാഷ്ട്രത്തോടല്ല, മറിച്ച് തങ്ങളോട് മാത്രമാണ്. അല്ലാതെ ഈ രാഷ്ട്രത്തിൻ്റെ താല്പര്യം ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല
രാഷ്ട്രത്തിൻ്റെ വിജയം ഞങ്ങൾ ലക്ഷ്യമിടുന്നില്ല എന്നവർ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്.